അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് ഹറാമ് ഹലാല്. ചില ആളുകളുടെ ഭയങ്കരമായ ഒരു ഡൗട്ടാണ് ഇതെന്താണെന്നുള്ളത്. സത്യം നമുക്ക് അറിയില്ല ഇതിൻ്റെ മീനിങ് എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും അവർക്കറിയില്ല. അതായത് ചില ഇസ്ലാം മതത്തിലുള്ള ആളുകളുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കും, നീ ചെയ്തത് ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് കാണാം. സത്യം പറഞ്ഞാൽ അവർക്കറിയില്ല അതെന്താണെന്നുള്ളത്. ഓക്കെ, എല്ലായിടത്തും ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല അത്. ഓക്കെ, അത് ചില ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കിത് കേൾക്കുമ്പോൾ നല്ല വെയിറ്റുള്ള വാക്കായിട്ടൊക്കെ തോന്നും, പക്ഷേ അതിനുള്ളിൽ ഒന്നും തന്നെയില്ല. അതായത് ഈ ഹറാമ് ഹലാല് ഇതൊക്കെ ഒരു അറബിക് വേർഡുകളാണ് അല്ലേ. അതായത് ഇതിന് ഉപമിക്കാൻ പറ്റുന്ന അർത്ഥം വരുന്ന വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധി, അശുദ്ധി, നല്ലത്, ചീത്ത, ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കേൾക്കുമ്പോൾ ഒരു സംഭവമായിട്ട് തോന്നും, പക്ഷേ ഇസ്ലാമിൽ വരുമ്പം അതിനൊരു സ്പെസിഫിക് നെയിം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3-4 എക്സാമ്പിൾസ് ഞാൻ വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നെയിൽ പോളിഷാണ്. അതായത് ഇസ്ലാമിൽ നെയിൽ പോളിഷ് ഹറാമാണ്. അതെന്തുകൊണ്ടാണ്? നെയിൽ പോളിഷിന് പ്രത്യേകിച്ച് ഒരു കുറ്റം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബാഡ് മെറ്റീരിയൽ ആയതുകൊണ്ടോ അല്ല. അതായത് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് ഹലാലാണ്. മനസ്സിലായോ? അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പടച്ചവനോട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിനൊക്കെ മുമ്പേയും നമ്മൾ എന്താണ് വുളു ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊരു രീതിയുമുണ്ട്. ഓക്കെ, നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നഖം അവിടെ കവറായി പോകും. അപ്പോൾ നമ്മൾ വുളു ചെയ്യുന്ന സമയത്ത് അതവിടെ എന്താവുന്നില്ല, ശുദ്ധിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹറാമെന്ന് പറയുന്നത്. ഓക്കെ, നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ഹലാലാണ്. അപ്പോൾ അവിടെ ഒരു ശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഹറാമാണെന്ന് ഇസ്ലാമിൽ പറയുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? 2, അതായത് സ്ത്രീകൾ മേക്കപ്പ് ഇടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. ഇപ്പം എൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ പോലും ഞാൻ അവിടെ കണ്ടു, അതായത് സ്ത്രീ എന്നാണോ അവൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ലിപ്സ്റ്റിക്കും ഇട്ട് ക്യാമറയിൽ മുമ്പിൽ വന്നിരിക്കുകയാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചില മതപുരോഹിതന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കേട്ടായിരിക്കും ഇവരും പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, മേക്കപ്പ് ഇടാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ മതപുരോഹിതന്മാർ പറയാറുണ്ട്. പക്ഷെ അത് കുറച്ച് ഓവറാണ്. പക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അതെന്താ ഇപ്പം പറഞ്ഞുതരാം. അതായത് ഖുറാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല നീ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടാൻ പാടില്ല, മേക്കപ്പ് ഇടാൻ പാടില്ല, ഐലൈനർ ഇടാൻ പാടില്ല. ഇങ്ങനെയൊന്നും ഖുറാനിൽ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരുങ്ങി കെട്ടുന്നത് അത് മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനെയാണ് ഉദ്ദേശിച്ചത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരുടെ കേസ് എടുത്താലും സ്ത്രീകളുടെ കേസ് എടുത്താലും എന്താണ് ആ ഒരു ഇൻറ്റൻഷൻ ബാഡാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറാണത്, അതൊരിക്കലും സമ്മതിച്ചില്ല, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് റബ്ബിന് അറിയാലോ. അത് ഓക്കെ, അത് അങ്ങനെ അതിനെ കാണുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. 3, ഇസ്ലാമിൽ നായ ഹറാമാണ്. അതെന്തുകൊണ്ടാണ്? അതായത് നായ ഒരു മോശപ്പെട്ട ആനിമൽ ആയതുകൊണ്ടല്ല, അതും ഈ ശുദ്ധിയുടെ ബേസിലാണ് പറയുന്നത്. അതായത് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ, നായയെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, നമ്മളതിനെ ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ നിസ്കാരം നിർവഹിക്കാവുള്ളൂ എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതിനപ്പുറത്തോട്ടൊന്നും തന്നെയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും എല്ലാം റബ്ബാണ് സൃഷ്ടിച്ചത് അല്ലേ. ആ റബ്ബ് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് നായ ഹറാമാണെന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ നിയമം അല്ലത്. ഓക്കെ, റബ്ബ് തന്നെയാണ് ആ നിയമം പറയുന്നത്. അതായത് റബ്ബ് സൃഷ്ടിച്ച ഒരു ജീവി, ആ ജീവി നിങ്ങൾക്ക് ഹറാമാണെന്ന് റബ്ബ് തന്നെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ആ ഒരു സെൻസിൽ എടുക്കുക, അവിടെ ഒരു റീസൺ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, 4, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഒരു സാധനം, ഒരേ ഒരു കാര്യം പടച്ചോൻ ഹറാമാക്കിയിട്ടുണ്ട്. എന്താണത്? പന്നിമാംസമാണ് അല്ലേ. അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ആ ഒറ്റ റീസണേ ഉള്ളൂ, അതിന് വേറെ ഒന്നും തന്നെ അതിന് പിന്നിലില്ല. ഓക്കെ, ഭക്ഷിക്കുവാൻ പാടുള്ള ജീവികളുടെയും പാടില്ലാത്ത ജീവികളുടെയും ഓരോ പട്ടിക ഖുറാനിലോ ഹദീസിലോ കൊടുത്തിട്ടില്ല. മതപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് അതുള്ളത്. പക്ഷേ അതെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ശവം, രക്തം, പന്നിമാംസം മാത്രമേ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളെന്നും മറ്റ് യാതൊന്നും നിഷിദ്ധമല്ലെന്നും ഖുറാനിൽ 3 സ്ഥലത്ത് വ്യക്തമായ ഭാഷയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, പന്നിമാംസം അത് മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചില ഭയങ്കര രോഗങ്ങൾക്ക്
അവനെ വിധേയനാക്കുകയും ചെയ്യുന്നതാണെന്ന് വൈദ്യശാസ്ത്ര നിപുണന്മാർ പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഹറാമാണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു നിയമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല എങ്കിലും ഈ ഹറാമ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധി, അശുദ്ധി, നല്ലത്, ചീത്ത, ഇതെല്ലാം അതിലുണ്ട് അല്ലേ? അവരത് കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ആചാരങ്ങളായിക്കോട്ടെ, കർമ്മങ്ങളായിക്കോട്ടെ, അവിടെ എല്ലാം അവർ ശുദ്ധി പാലിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ പടച്ചവൻ എന്ത് ചെയ്തു? ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാര്യം അതെല്ലാവരും, ഈ ഒരു നിയമം എല്ലാവരും പാലിക്കുന്നുണ്ടെന്നാണ് ഉള്ളതാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതിനൊരു പേരിട്ടു, ഹറാമ് ഹലാൽ, ദാറ്റ്സ് ഓൾ. അപ്പോൾ റബ്ബ് നമ്മളോട് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അനുസരിക്കുക. അവിടെ ഒരു ചോദ്യം വരാൻ പാടില്ല, എന്തിന്, എന്തുകൊണ്ടായിക്കൂടെ, ഇങ്ങനെയുള്ള അനാവശ്യമായുള്ള ചോദ്യങ്ങൾ പാടില്ല. അത് റബ്ബിന് ഇഷ്ടമല്ല, അത് തെറ്റാണ്. ഓക്കെ.